കുടുംബം നോക്കണ്ട മോനായിരുന്നു. അവൻ്റെ അച്ഛനാണ് കോറി പണി ഉണ്ടാവില്ല, മഴ പെയ്താൽ പേടിക്കുന്നുണ്ട്. വേഗം ഓക്കെ ആവല്ലോ കേട്ടോ, ടെൻഷൻ വേണ്ട. കുടുംബത്തെ നോക്കുന്നത് അഭിജിത്താണ്, സഹോദരിയെ വിദ്യാഭ്യാസം നൽകുന്നത് അഭിജിത്താണ്. ആ കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയാണ് ഇന്ന് വല്ലാത്ത സങ്കടത്തോടു കൂടി ഇന്ന് ഇവിടെ വെന്റിലേറ്ററിൽ കിടക്കുന്നത്. കോഴിക്കോട് പെരിങ്ങുളത്ത് മിൽമയിൽ പാലിറക്കുന്ന വണ്ടിയിലെ ക്ലീനർ ആയിട്ടുള്ള പ്രിയപ്പെട്ട ജിത്തു എന്ന് പറയുന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ അവിടെ പാലിറക്കി കാലി ബോക്സ് ഇറക്കുന്നതിനിടയിൽ വണ്ടി പിറകിലോട്ട് വന്ന് ശരീരത്തും ചുമരും തമ്മിൽ അതിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയി മാരകമായിട്ടുള്ള പരിക്കാണ്. മൂത്രസഞ്ചിയിലും മലാശയത്തിന്റെ ഭാഗത്തും ഇടുപ്പല്ലിനും മാരകമായ പരിക്ക് പറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് വന്നിട്ടുള്ളത്. 4 സർജറികൾ കഴിഞ്ഞു പ്രിയപ്പെട്ടവർ. ഇപ്പം കൊടല് വരെ അതിന്റെ ഉള്ളിലെ നീര് വരാതിരിക്കാൻ കൊടല് വരെ പുറത്താക്കി സർജറി ചെയ്ത് കൊടല് വരെ പുറത്തായിക്കൊണ്ടാണ് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ നിലനിർത്തി പോകുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ഒന്ന് സംസാരിക്കാൻ പോലും സാധിക്കാതെ ഈ ജിത്തുമോന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കുടുംബത്തെ ആലോചിച്ചാണ്, അവന്റെ മാതാപിതാക്കളെ ആലോചിച്ചാണ്, അവന്റെ പ്രിയപ്പെട്ട കുഞ്ഞു പെങ്ങളെ ആലോചിച്ചാണ്. കുടുംബത്തിന് വേണ്ടി സൽസ്വഭാവിയാണ്, സൗമ്യനാണ്, നാട്ടിൽ പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു സദസ്സ് നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, പൊതുപ്രവർത്തകന്മാർ, 100 കണക്കിന് അമ്മമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, മനുഷ്യ സ്നേഹികൾ ഒരു ദിവസം പോലും ലീവാക്കാതെ ജോലിക്ക് വന്നിട്ട് അവന്റെ അച്ഛനെയും അമ്മേനെയും പെങ്ങളടങ്ങുന്ന ഒരു കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയാണ് ജിത്തു. ഞങ്ങൾ ജീവൻ കൊടുക്കാനും അവന് വേണ്ടി ഞങ്ങൾ ജീവൻ കൊടുത്തു തന്നെ സഹായിക്കാൻ തയ്യാറാണ്. ഞങ്ങളൊരു നാട് മൊത്തം നിങ്ങളുടെ മുമ്പിലേക്ക് കൈനീട്ടുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിജിത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നാട്ടുകാർ കൂടെ ഉണ്ട്, മിൽമയിലെ ജോലിക്കാരൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ജിത്തുന്നുണ്ട് കേട്ടോ. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.